ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ലോ. അവരുടെ മുമ്പിൽ നാണം കെടാതെ ഇരിക്കേണ്ടത് നിന്റെ കുടുംബമാണ്. ഈ ഫംഗ്ഷൻ കഴിയുന്നതുവരെ ഞാൻ ഈ ഹാളിൽ തന്നെ ഉണ്ടാവും. എന്നാ എന്നെ തടയാനോ പുറത്തേക്ക് ഇറക്കി വിടാനോ ആരെങ്കിലും ശ്രമിച്ച പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല. എന്തൊരു അതിക്രമമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഈ ഫംഗ്ഷൻ നശിപ്പിക്കുന്നത്? നശിപ്പിക്കാനല്ലല്ലോ മോനെ, നടത്താനല്ലേ വന്നത്. അത് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ കൈവിട്ടു പോവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മമ്മിയെ വിളിച്ചിട്ട് വരാം. അതാ നല്ലത് മോളെ. അതാകുമ്പോ സീനിയേഴ്സ് തമ്മിൽ കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു ധാരണയിലെത്താം. മക്കള് ചെല്ല, ഓടിപ്പോ. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആ വരുന്നവരാ പാചകക്കാരുടെ കൂട്ടത്തിലുള്ളവര്, അവർ രണ്ടുപേരും. പിന്നെ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അവനെ കണ്ടോ? ആ പച്ച ഷർട്ടിട്ട് അവൻ, ആ താടി വെച്ച ആള്. അത് മതി. ദേ അങ്ങോട്ട് നോക്ക്. ആ നിൽക്കുന്ന ആളില്ലേ, എന്റെ കെയർ ഓഫാ. അപ്പോ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇനി കളി തുടങ്ങിയാ മതി. നന്ദിനി, ദേ എന്റെ താന്നിയൂരമ്മേ, ആളുകളെ കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചൂടെ? എന്തിനാ എല്ലാരും ഇങ്ങനെ വെറുപ്പിക്കുന്നേ? എന്ത് നേട്ടം അതുകൊണ്ട്? വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാ പുറത്തുനിന്ന് എത്ര ആളുകൾ വരുന്നതാ. അവരുടെ മുൻപിൽ കിടന്ന് അമ്മയും മോനും തമ്മിൽ അടി കൂടുന്നത് ശരിയാണോ? ആളുകൾക്ക് ഈ കുടുംബത്തിനെ കുറിച്ച് എന്താ കരുത്? ഇവരെയൊന്നും അല്ല ആളുകൾ പറയാ, യതീന്ദ്രൻ സാറിനെ പറ്റിയല്ലേ. യതീന്ദ്രൻ സാറിന്റെ കുടുംബത്തിന് അച്ചടക്കം ഇല്ലാന്നല്ലേ പറയാ. അതിനിടയില ആളെക്കാളും നീളമുള്ള ഒരു ഫ്ലക്സും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതെന്തിനാ? അതെന്തിനാ വെച്ചേ? ഫ്ലക്സ് അടിച്ച കാര്യം മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു കല്യാണക്കത്ത് അടിച്ചിരുന്നു. അതില് എന്റെ ഭാര്യയുടെ പേര് വെക്കണ്ടെന്ന് തീരുമാനിച്ചല്ലോ. അത് കേട്ടാൽ എനിക്ക് വിഷമമുണ്ടാവില്ലേ? ഇല്ലേ? അല്ല, അതെന്താ മനസ്സിലാകാത്തത്? ഞാൻ ദേവിയോടെ ചോദിക്കുന്നത്. അങ്ങനെ എന്റെ ഉള്ളു പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിൽ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാനും ചിലത് ചെയ്യും. അതിലാർക്കും പരാതി വന്നിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ദേവി, ഇതിപ്പോ ഒരു തവണയാണോ? എത്ര തവണയായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു? എന്നിട്ട് എല്ലാവർക്കും ദേഷ്യം വന്ന എന്റെ തലയിലേക്കാ വരുന്നത്. അതെന്താ മനസ്സിലാവാത്ത? ദേവിയോട് തന്നെ ഞാൻ ഈ ചോദിക്കുന്നത്.